എല്ലാവരും വിചാരിക്കണ്ടാവും ഇതെന്താ ഈ പാത്രങ്ങളെല്ലാം കൂടി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണമെന്ന്. ഇന്ന് നമ്മൾ ഓണത്തിന്റെ മുന്നേ തന്നെ നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ. അതിന് കുറേ ഡിഷസൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ. ഞാൻ വെറുതെ നോക്കിക്കളായിരുന്നു എൻ്റെ ഡ്യൂട്ടി കേട്ടോ. ഓരോന്നിലും അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ വലിയൊരു ചെമ്പട്ടിയിൽ കുറേ ചോറ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി ആരാ തിന്ന് തീർക്കുക? ഇത്രയും കൂട്ടാനുണ്ടാകുമ്പോ തീരെ വയ്ക്കും. നമുക്ക് നോക്കാം ലാസ്റ്റ്. വലിയ ചോറും ചെമ്പിന്റെ അടുത്ത് വലിയൊരു ചട്ടിയിൽ ഇലമാരി ഒരു കറി ഉണ്ട് കേട്ടോ. ഇത് സാമ്പാറാണ്. അത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളമുണ്ട്. അടിപൊളി സാമ്പാർ. പിന്നെ ഇതെന്താണ്, നമ്മുടെ പപ്പടം ഉണ്ട്. ഒരു വട്ടയിൽ എന്താ ബക്കറ്റിൽ അരച്ച് പൊരിച്ച് വെച്ചിരിക്കണം. അടുത്ത ചട്ടിയില് ഈ കൂട്ടുകറിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സ്പെഷ്യല് നമ്മൾ സെപ്പറേറ്റ് ആക്കി വീഡിയോസ് ആക്കി ചെയ്തിടുന്നുണ്ടാവും. അടുത്തത് അവിയൽ. എന്താ കണ്ടിട്ട് തന്നെ നാവിൻ്റെ തുമ്പത്തെ ടേസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ അത്ര അടിപൊളിയായി തോന്നുന്നുണ്ട് കണ്ടിട്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് പറയും. അടുത്തത് നമ്മളെ മത്തനും പയറുമാണ്. മത്തനും മമ്പയറില്ലേ, അതെനിക്കിഷ്ടപ്പെട്ട വിഭവമാട്ടോ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം. അടുത്തത് നമ്മളെ കുഞ്ഞ് ചട്ടിയിൽ എന്താണ് നോക്കാം. ഇത് നമ്മുടെ പച്ചടിയാണ് കേട്ടോ. വെള്ളരി പച്ചടിയാണ്. സംഭവം നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അടുത്തത് എന്താ, നമ്മളെ കൊണ്ടാട്ടം പൊരിച്ചതുണ്ട്. ഇത് ഉസാറാണ് കേട്ടോ. സദ്യക്ക് ഇതൊന്നും ഇല്ല കഴിഞ്ഞാൽ ഇപ്പോൾ സദ്യ പൂർണ്ണമാവില്ല. ഇത് മൈ ഫേവറേറ്റ് കേട്ടോ. ഇത് നമ്മളെ പുളിയിഞ്ചി ഭയങ്കര സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇന്നത്തേല് നമ്മൾ ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് എന്താ, പായസം. പായസം ഇല്ലാതെ എനിക്ക് സദ്യ വേണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സേമിയ പായസം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടേ ഒരു തട്ടാട്ടോ നമുക്ക്. പിന്നെ നമ്മളെ സദ്യക്ക് മെയിനായിട്ട് നമ്മളെ വാഴൻ്റെ ഇലയാണല്ലേ വേണ്ടത്. വാഴൻ്റെ ഇല എടുത്ത് പോയപ്പോൾ വാഴൻ്റെ ഇലമത്തൊക്കെ കീറലും പൊട്ടലും മാതലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു നല്ല ഇല കിട്ടി, കുറച്ച് ഒക്കെ കിട്ടിയിരിക്കണം. പിന്നെ നമ്മളെ പറമ്പിലൊക്കെ വാഴ കുഴിച്ചിടണം, വാഴൻ്റെ കന്ന് കുഴിച്ചിടണേ നല്ലതാട്ടോ. സദ്യക്ക് വേണ്ടിയെങ്കിൽ നമുക്ക് ഇല എടുക്കുകയാണെങ്കിലും നിങ്ങൾ വാഴക്കന്നൊക്കെ കുഴിച്ചിട്ടാളേ. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ വാഴൻ്റെ ഇല വെട്ടി ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വാട്ടിയിട്ട് വേണട്ടെ കഴുകാൻ. അല്ലാഞ്ഞാൽ അതിൽ വീണ്ടും പൊട്ടിയുമ്പോൾ പിന്നെയും പൊട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ വാഴൻ്റെ ഇലയൊക്കെ നിരത്തി ടേബിളിലാണ് കേട്ടോ ഇരുന്നത്. ഞങ്ങൾ ടേബിളിൽ നിരത്തി വെച്ചിട്ട് അതിൽ ഓരോ വിഭവവും നമ്മളിങ്ങനെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ മൊഞ്ചില്ലേ, മൊഞ്ചിൻ്റെ കട്ട. അങ്ങനെയെല്ലാം നമ്മൾ നേരത്തെ വെച്ച് എനിക്ക് കുറേ സാമ്പാർ വയ്ക്കണം കേട്ടോ. എനിക്ക് ഏത് ചോറ്റക്കായാലും കറി ഇഷ്ടമാതിരി വേണം. അങ്ങനെ തെല്ലമാതിരി ഒരു കറി കുത്തിക്കാണ്ടേ ഞാൻ എല്ലാത്തുനിന്നും കുറേശ്ശെ ചോറ്റിലും കൂട്ടി കുഴച്ചിക്കാണ്ടേ ഒരു പിടി അങ്ങോട്ട് പിടിച്ചു നോക്കുകയാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ. ഒന്നിലൊന്നും മെച്ചമായിരുന്നു. അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു രസം തന്നെയാണ് കേട്ടോ. ഒരു വേറെ രസം തന്നെയാണ്. ഇമ്പമുള്ളതല്ലേ കുടുംബം. അപ്പോൾ ഈ സദ്യ അതിൻ്റെ കൂടുതൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളെ സദ്യ ഗംഗേമായിട്ടുണ്ട്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യട്ടോ.